ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചുള്ളി വീഡിയോസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് പുതിനയില ചട്നിയാണ്. നമുക്ക് ചട്നി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു പാനിൽ അല്പം എണ്ണ ഒഴിച്ച് ചൂടാക്കാം. അതിലേക്ക് ഒരു 5 ചെറിയുള്ളി, തീരെ ചെറിയ ഉള്ളി ആയതുകൊണ്ടാണ് ഞാൻ 5 എടുത്തത്, അല്ലെങ്കിൽ 2 മതിയാവും. ഇനി ഇതിലേക്ക് 2 വെളുത്തുള്ളി അല്ലി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഒരു ഇത്തിരി പുളി. ഇത്രയും എണ്ണയിലിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ബൗള് പുതിനയില കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എണ്ണയിലിട്ടത് വഴറ്റിയെടുക്കാം. അതിൻ്റെ വെള്ളം വറ്റുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കണം. വഴന്നു വരുമ്പോൾ ഇത്രയും ഉണ്ടാവില്ല, വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. അതിൻ്റെ കൂടെ ഒരു 3 പച്ചമുളകും, ഒരു അര ബൗള് ചിരകിയ തേങ്ങയും, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം അരച്ചെടുക്കാം. ഇതിലൊരല്പം വെള്ളം ചേർത്ത് കൊടുത്ത് അരയ്ക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കടുക് താളിച്ചിട്ട് ഉപയോഗിക്കാം. ഞാനിപ്പോൾ കടുക് താളിച്ചിട്ടാണ് എടുക്കുന്നത്. അതിനായിട്ടൊരു പാനിൽ അല്പം ഓയിലൊഴിച്ച് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, കുറച്ച് കറിവേപ്പില, 2 ഉണക്കമുളക് മുറിച്ചത്, കുറച്ച് ഉഴുന്നുപരിപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉഴുന്നുപരിപ്പ് ഒരു ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുതിന ചട്നി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് വളരെ എളുപ്പം തയ്യാറാക്കാവുന്നതാണ്. ദോശയ്ക്ക്, ഇഡലിക്ക്, മറ്റ് സ്നാക്സിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.